വീട് ഇത് തന്നെ ആവാനാണ് സാധ്യത. പറഞ്ഞ ലക്ഷണങ്ങൾ വെച്ച് നോക്കുമ്പോ കറക്റ്റാ. എന്തായാലും നമുക്കൊന്ന് അന്വേഷിച്ച് നോക്കാം. ആ ആള് വരുന്നുണ്ട്, നമുക്ക് ചോദിക്കാം. എന്താ, ആരെങ്കിലും അന്വേഷിച്ചു വന്നതാണോ? അതെ, ഈ സുശീലയുടെ വീട് അല്ലേ? ആ അതെ. അല്ല, നിങ്ങൾ എവിടുന്നാ? ഇതിനുമുമ്പ് കണ്ടിട്ടില്ലല്ലോ. ഞാൻ ടൗണിലെ ലോട്ടറി കട നടത്തുന്ന ആളാ, മോഹനൻ. ഇദ്ദേഹം ആലപ്പുഴയിലെ ഏജന്റാ, പ്രതാപൻ. അല്ല, നിങ്ങളെന്താ ഇവിടെ? ശേഖരൻ എന്ന് പേരുള്ള ഒരു ലോട്ടറി വിൽപ്പനക്കാരനെ അന്വേഷിച്ചു വന്ന. അങ്ങനെ ഒരാൾ ഇവിടെ ഉണ്ടോ? അല്ല, നിങ്ങൾ അന്വേഷിക്കുന്നയാള് ഈ വീട്ടിലുണ്ടെന്ന് ആരാ പറഞ്ഞത്? കുറച്ചുനാൾ മുമ്പ് ഇവിടെ ഒരു ആക്സിഡന്റ് കാണുന്നില്ലേ? ആ വാർത്ത കണ്ടപ്പോഴാ ഇദ്ദേഹത്തിന് ആളെ മനസ്സിലായത്. പ്രതാപന്റെ ഏജൻസിന്നാ ശേഖരൻ വിൽക്കാനുള്ള ലോട്ടറി കടമായിട്ട് വാങ്ങിയത്. ഞങ്ങള് പോലീസ് സ്റ്റേഷനിൽ തിരക്കിയിട്ടാ വന്ന്. അവരാ പറഞ്ഞത് ശേഖരൻ സുശീലയുടെ വീട്ടിലുണ്ടെന്ന്. അപ്പോ ഈ ശേഖരൻ ലോട്ടറി വാങ്ങിയതിന്റെ കാശ് നിങ്ങൾക്ക് തരാൻ കാണും അല്ലേ? അതെ, സാധാരണക്കാരായ വിൽപ്പനക്കാർക്ക് ഒരാഴ്ചത്തെ ക്രെഡിറ്റ് ഞങ്ങൾ കൊടുക്കുന്നതാ. അത് കൃത്യമായി തന്നിട്ട് അടുത്ത ആഴ്ച വിൽക്കാനുള്ള ലോട്ടറി ടിക്കറ്റുമായിട്ട് അവർ പോകും. അതാ പതിവ്. ഓ, അല്ല, അപ്പൊ അവസാനമായിട്ട് വാങ്ങിയ ലോട്ടറി ടിക്കറ്റുമായിട്ട് ശേഖരൻ മുങ്ങിയല്ലേ? അങ്ങനെ പറയാൻ പറ്റത്തില്ല. കുറച്ച് നാളത്തെ ഇടപാടുകളെ ഉള്ളുവെങ്കിലും ആളൊരു ശുദ്ധനാണെന്നാ തോന്നുന്നത്. ആക്സിഡന്റ് പറ്റിയോണ്ടായിരിക്കും വരാൻ പറ്റാഞ്ഞത്. അത് മാത്രമല്ല, പുള്ളിക്കാരൻ വിറ്റ ടിക്കറ്റിന് 1 ലക്ഷം രൂപ സമ്മാനമുണ്ട്. അത് ഇവിടെ എവിടെയോ വിറ്റ ടിക്കറ്റാ. എന്റെ കടയിൽ വന്ന് 2 സ്ത്രീകള് ആ സമ്മാന തുക കൈപ്പറ്റുകയും ചെയ്തു. ശേഖരനെ ഒന്ന് കാണണമായിരുന്നു. ആളിവിടെയുണ്ട്. ശ്യാമേ, നീ ചെന്ന് കാര്യം പറ. ആ ശരി, ഞാനിപ്പോ വരാം. അങ്കിൾ, അങ്കിളിനെ കാണാൻ 2 പേര് വന്നിട്ടുണ്ട്. എന്നെ കാണാനോ? ആരാ? അത് ആലപ്പുഴ എന്നുള്ളൊരു ലോട്ടറി ഏജന്റുമാരാ. ആ, അവര് വന്നു അല്ലേ? ആ. ഇത് തന്നെയല്ലേ ആള്? ആ അതെ അതെ അതെ. നമസ്കാരം സാർ. നമസ്കാരം ശേഖര. ആരോഗ്യമൊക്കെ എങ്ങനെയുണ്ട്? കുഴപ്പമില്ല സാറേ, ശരിയായി വരുന്നു. ശ്യാമോനെ, ഇവരോടൊന്ന് കയറിയിരിക്കാൻ പറ, ഞാനിപ്പം വരാം. അകത്തോടെ ഇരിക്കാം, വാ. സത്യേട്ടാ, ആരാ സത്യേട്ടാ ഇവരൊക്കെ? അങ്കിളിനെ കാണാൻ വന്നതാ. എന്താ കാര്യം? അതെ, ലോട്ടറി കച്ചവടത്തിന് ലോട്ടറി വാങ്ങിയിട്ട് അതിന്റെ കാശ് കൊടുത്തില്ല അത്രേ. ശേഖരൻ നിങ്ങളുടെ ആരാ? അങ്കിള് ഞങ്ങൾക്ക് വേണ്ടപ്പെട്ടയാളാ. പക്ഷേ വർഷങ്ങളായി ബന്ധമൊന്നുമില്ല. പിന്നെ ആക്സിഡന്റിന് ശേഷമാണ് ഞങ്ങളാളെ തിരിച്ചറിഞ്ഞത്. മനഃപൂർവ്വം മുങ്ങിയതാണെന്ന് തോന്നല്ലേ സാറേ?
ആക്സിഡന്റ് പറ്റിയതുകൊണ്ട് അങ്ങോട്ട് തിരിച്ചു വരാൻ പറ്റിയില്ല. അതേ ഞങ്ങളും വിചാരിച്ചുള്ളൂ. ടിക്കറ്റ് കുറെ ബാക്കി കാണുമല്ലേ? കുറച്ച് ടിക്കറ്റേ ബാക്കി വന്നുള്ളൂ. അതുകൊണ്ട് ഏജൻസിക്ക് തരാനുള്ള കാശ് എനിക്ക് കരുതി വയ്ക്കാൻ പറ്റി. ഇതാ സാറേ, 30,000 രൂപയുടെ ടിക്കറ്റ് എടുത്തതിൽ 2,000 രൂപേൻ്റെ കമ്മീഷനും കഴിച്ച് ബാക്കി 28,000 രൂപയുണ്ട്.